ഹായ്, രാജസ്ഥാൻ യാത്രയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഈ ജയ്സൽമീറിൽ നിന്ന് ഞങ്ങളിതാ കുറി വില്ലേജിലേക്കാണ് പോകുന്നത്. ജയ്സൽമീറിൻ്റെ സ്വർണ്ണ നിറമുള്ള നഗരം പിന്നിലാക്കി ഞങ്ങൾ കുറി ഗ്രാമത്തിലേക്കുള്ള യാത്ര തുടരുകയാണ്. മരുഭൂമിയുടെ വിശാലതയും മണൽത്തിട്ടകളുടെ നിശബ്ദ സൗന്ദര്യവും വഴിയൊരുക്കുന്ന ആ മനോഹര യാത്ര മനസ്സിനെ വല്ലാതെ ആകർഷിക്കും എന്നുള്ളത് ഉറപ്പാണ്. നഗരത്തിൻ്റെ തിരക്കിൽ നിന്ന് അകന്ന് പ്രകൃതിയുടെ ശാന്തത നിറഞ്ഞ ഈ ഗ്രാമത്തിൽ ഒരു രാത്രി ചെലവഴിക്കാനാണ് ഞങ്ങൾ പോകുന്നത്. ഇതാണ് ജയ്സൽമീർ ബസ് സ്റ്റേഷൻ. പ്രധാനപ്പെട്ട ബസ് സ്റ്റേഷനുകൾ വേറെയുമുണ്ട്, പക്ഷേ കുറിയിലേക്കുള്ള യാത്ര ഇതാ ഈ ബസ്സിലാണ് ഞങ്ങൾ പോകുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ബാദൽ ഹൗസിലേക്കാണ്, മലയാളികളുടെ പ്രിയപ്പെട്ട ബാദൽ ഹൗസിലാണ് ഇന്ന് താമസിക്കാൻ പോകുന്നത്. എല്ലാ സമയത്തും അവിടത്തേക്ക് ബസ്സില്ല. രാവിലെ, ഉച്ച, വൈകിട്ട് ഈ 3 സമയങ്ങളിൽ മാത്രമാണ് ഈ ബസ് സർവീസ് നടത്തുന്നുള്ളൂ. വളരെ മനോഹരമായിട്ടുള്ള മരുഭൂമിയുടെ തണുത്ത കാറ്റും ഗ്രാമത്തിൻ്റെ ലളിതമായ ജീവിതവും അനുഭവിച്ച് അവിടെ ഒരു സമാധാനമായ ഒരു രാത്രി ചെലവഴിക്കാനായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ കുറി വില്ലേജിലെ വിശേഷങ്ങളാണ്, അല്ലെങ്കിൽ അവിടത്തേക്കുള്ള യാത്രയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അൺഎക്സ്പെക്റ്റഡായി ബസ്സിൽ കയറിയപ്പോൾ ഇതാ ഈ മുൻപിലിരിക്കുന്ന 3 കുട്ടികളും ബാദൽ ഹൗസിലേക്കാണ്. അവർ സ്റ്റുഡൻസാണ്. രാജസ്ഥാൻ എക്സ്പ്ലോർ ചെയ്യാൻ എക്സാം ലീവ് കഴിഞ്ഞ് ഇറങ്ങിയവരാണ്. സന്തോഷം. ജയ്സൽമീറിൻ്റെ സ്വർണ്ണ നിറമുള്ള നഗരം പിന്നിലാക്കി ഞങ്ങളുടെ യാത്ര കുരിയിലേക്ക് നീങ്ങി. മുന്നിൽ വിരിഞ്ഞ റോഡ് ഒരു നീണ്ട നേരായ രേഖ പോലെ മരുഭൂമിയുടെ നടുവിലൂടെ ദൂരെയായി നീണ്ടു നിൽക്കുന്നു. ആ വഴിയിലൂടെ ബസ് മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ ഇരുവശത്തും വിരിഞ്ഞ മണൽ പരപ്പുകൾ മരുഭൂമിയുടെ നിശബ്ദ സംഗീതം പോലെ ഞങ്ങൾക്ക് തോന്നി. വഴിയരികിലെ ചെറുഗ്രാമങ്ങൾ, സ്ഥാനീക ജനങ്ങൾ അവരുടെ പരമ്പരാഗത വേഷത്തിൽ ബസ്സിലുണ്ട്. നിറഞ്ഞ നിറമുള്ള പഗ്ഗകളും അതുപോലെ തന്നെ വസ്ത്രങ്ങളും മരുഭൂമിയുടെ മങ്ങിയ നിറങ്ങളിൽ ഒരു ചായം പകരുന്നത് പോലെ അവരുടെ ലളിതമായ ജീവിതവും സൗമ്യമായ മുഖഭാവങ്ങളും ഈ യാത്രയ്ക്ക് ഒരു സജീവത നൽകി എന്നത് സത്യമാണ്. അങ്ങനെ നേരെ നീണ്ടു നിൽക്കുന്ന ഗ്രാമങ്ങളുടെ നിസ്സാര സൗന്ദര്യവും കൂടെ ജയ്സൽമീറിൽ നിന്ന് കുരിയിലേക്കുള്ള യാത്ര മരുഭൂമിയുടെ ആത്മാവിനെ സ്നേഹത്തോടെ പരിചയപ്പെടുത്തുന്ന ഒരു സുന്ദര അനുഭവമായി ഞങ്ങൾക്ക് തോന്നി. അങ്ങനെ സന്തോഷങ്ങളും കളിയും ചിരിയുമടങ്ങിയ 2 മണിക്കൂർ യാത്ര കൊണ്ട് 50 കിലോമീറ്റർ പിന്നിട്ട് ഞങ്ങളിതാ ഈ മനോഹര ഗ്രാമത്തിൽ എത്തി. ഞങ്ങളെ കാത്ത് ബാദൽ ഹൗസിലെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് വഴി കാണിച്ചു തരുന്നതിന് വേണ്ടി. ഇവിടുത്തെ വീടുകളും മണ്ണും കല്ലും കൊണ്ട് നിർമ്മിച്ച ലളിതമായ വീടുകളാണ്. ഗ്രാമവാസികൾ അവരുടെ പരമ്പരാഗത രാജസ്ഥാനി വേഷത്തിൽ ചിരിച്ചുകൊണ്ട് അവിടെ ഇവിടങ്ങളായി നമുക്ക് കാണാം. ഒട്ടകങ്ങളുടെ സാന്നിധ്യവും കാറ്റിൽ വീശുന്ന മണൽത്തിട്ടകളുടെ ശബ്ദവും ഈ ഗ്രാമത്തിൻ്റെ പ്രത്യേകതയാണ്. സന്ധ്യാസമയത്ത് സൂര്യൻ പതുക്കെ മണൽത്തിട്ടകൾക്കപ്പുറം മറയുമ്പോൾ മുഴുവൻ ഗ്രാമവും സ്വർണ്ണ നിറത്താലാൽ തിളങ്ങുന്ന അത്ഭുത കാഴ്ചകളായി നമുക്ക് തോന്നും. ഇതാ ഈ വഴിയിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാലാണ് ബാദൽ ഹൗസ് എത്തുക. ഞങ്ങൾക്ക് വേണ്ട അല്പ സ്നാക്സും വെള്ളവും കാര്യങ്ങളുമെല്ലാം ഇവിടെ നിന്ന് ഞങ്ങൾ വാങ്ങി. ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ വരുന്നവരാണെങ്കിൽ അല്പം ഈ ഗ്രാമത്തിൽ വില കൂടുതലാണ്. കാരണം ഇത്രത്തോളം ദൂരം അവർ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വിൽക്കുമ്പോൾ അല്പം വില കൂട്ടി തന്നെയാണ് വിൽക്കുന്നത്. ആ ബസ് നിർത്തിയ ആ ചെറിയ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ഏകദേശം 10 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മളിതാ ഇവിടെ എത്തിച്ചേരും. ഈ മനുഷ്യനാണ് ബാദൽജി. ഇദ്ദേഹത്തിൻ്റെ വീഡിയോകളാണ് നമ്മൾ പലപ്പോഴും കാണുന്നുള്ളത്. അങ്ങനെ ഒരു സമയത്ത് ആഗ്രഹിച്ച് താമസിക്കണം എന്ന് വിചാരിച്ച ഈ സ്ഥലത്ത് നമ്മളെത്തി. ഇതാണ് ബാദൽ ഹൗസ്. ഇപ്പോൾ ഏകദേശം സമയം 2:30 മണി കഴിഞ്ഞു. 4 മണി 3 മണി സമയത്തേക്ക് നമ്മൾ ഇവിടെ നിന്ന് ഡെസേർട്ടിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനു മുന്നോടിയായി ഇവിടെ വന്ന് മൊബൈലൊന്ന് ചാർജ് ചെയ്യുക, ഡെസേർട്ടിലേക്ക് പോകാനുള്ള ഡ്രസ്സുകൾ, അങ്ങനെയുള്ള ഒരു പ്രിപ്പറേഷനുകളൊക്കെ നടത്തുക. ഇതാ ഇത്തരത്തിലൊരു ഗ്രാമീണ സൗന്ദര്യത്തിൽ ഈ ബാദൽ ഹൗസ് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസവും ഇവർക്ക് ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു. ബാദൽ ഹൗസ് 2 രീതിയിലാണ് താമസമൊരുക്കുന്നത്. ഒന്ന് ഈ മഡ് ഹൗസിൽ, ഇവിടെ രാത്രി നമുക്ക് താമസിക്കാം. അതല്ലെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഡെസേർട്ടിൽ പോയിട്ടും താമസിക്കാം. ഈ ബാദൽജിയുടെ ഈ കാര്യങ്ങൾ, അതായത് ഈ റൂം, വീട്, കാര്യങ്ങളൊക്കെ അത്യാവശ്യമൊന്ന് കണ്ട് ഞങ്ങൾ ഡെസേർട്ടിലേക്ക് പോവാൻ തന്നെ തീരുമാനിച്ചു. ഇതാണ് ആ ചെറു ഗ്രാമം.
വളരെ നിഷ്കളങ്കമായിട്ടുള്ള, അതല്ലെങ്കിൽ ഫ്രജൈലായിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ഇവിടെ പലരും. പ്യുവർ വെജിറ്റേറിയനാണ് ഇവിടെ അനുമതിയുള്ളൂ എന്നുള്ളതാണ്. ഇതാണ് ആ ബാദൽ ഹൗസ്. ഒരുപാട് പശുക്കളും അതുപോലെ തന്നെ ഒട്ടകങ്ങളും ഒക്കെ ആയി ഇവരുടെ ജീവിതം അങ്ങനെ മുമ്പോട്ട് പോകുന്നു. നമ്മൾ ഒരിക്കലെങ്കിലും ഇത്തരത്തിലുള്ള സ്ഥലത്ത് വന്നൊന്ന് കാണാനും താമസിക്കാനൊക്കെ നമ്മൾ സമയം കണ്ടെത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ഡെസേർട്ടിൽ വന്നു കഴിഞ്ഞാൽ 5 സ്റ്റാർ ലെവലിലുള്ള ബാദൽ ഹൗസുകളും അതല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്റ്റേയും കാര്യങ്ങളും എല്ലാം നമുക്ക് കിട്ടും. പക്ഷേ ഗ്രാമത്തിൻ്റെ ആ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നുള്ളത്, അതല്ലെങ്കിൽ ഈ ഒരു വൈബ് ഒന്ന് ആസ്വദിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ അല്ലെങ്കിൽ യാത്ര തുടരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന വിശേഷങ്ങൾ. ഒരുപാട് വീഡിയോസുകളിൽ നമ്മളിതാ ഈ ബാദൽ ഹൗസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അച്ഛനും മകനും അവരുടെ 2-3 പണിക്കാരുകളും ചേർന്ന് അവർ നടത്തുന്ന ഒരു പക്ക ബിസിനസ് തന്നെയാണ് ഈ ബാദൽ ഹൗസ്. എന്നിരുന്നാലും അഫോർഡബിൾ ആയിട്ട് ഒരാൾക്ക് 900 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അതൊരിക്കലും കൂടുതലാണ് എന്നെനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾക്ക് പോവാനുള്ള, അതായത് നേരത്തെ കണ്ട ആ കുട്ടികളടക്കം 6 കുതിരകൾ ഇവിടെ ഏകദേശം റെഡിയാണ്. ഈ കുതിരൻ്റെ മുകളിൽ നമ്മൾ ഡെസേർട്ടിലേക്ക് പോവാൻ ഒരുങ്ങുകയാണ്. സമയം വഴുകരുത് എന്ന് ഈ ഒട്ടകത്തിൻ്റെ ഡ്രൈവർ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു. കാരണം മരുഭൂമിയിൽ വെള്ളം കിട്ടില്ല. പോകുന്ന വഴിയിൽ വെള്ളമെല്ലാം ശേഖരിച്ച് വേണം നമ്മൾ ഈ അരമണിക്കൂർ 2 കിലോമീറ്ററോളം കുതിരപ്പുറത്ത് യാത്ര ചെയ്യാനുള്ളത്. എന്നിരുന്നാലും ഇവിടുത്തെ കാഴ്ചകൾ ഒരിക്കൽ കൂടി വീണ്ടും വീണ്ടും കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഒട്ടകത്തിൻ്റെ മുകളിൽ കൊടൈക്കനാൽ, ഊട്ടി അല്ലെങ്കിൽ മറ്റു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലൊക്കെ പോകുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇത്രയും ദൂരത്തിൽ ചിലപ്പോൾ സവാരി ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ടാണ്. ഓരോ ഒട്ടകത്തിൻ്റെ പുറത്തും അത്യാവശ്യമായിട്ടുള്ള ഡെസേർട്ടിലേക്ക് പോകാനുള്ള എല്ലാ സാധനങ്ങളും ഇവർ അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ട്. ഡ്രൈവറും കൂട്ടത്തിൽ അവരുടെ കുട്ടികളുമാണ് നമ്മളോടൊപ്പം വരുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതിൻ്റെ മുകളിൽ നമ്മൾക്ക് രാത്രിയിൽ കിടക്കാനുള്ള സജ്ജീകരണങ്ങൾ, ബെഡ്ഷീറ്റ് കാര്യങ്ങൾ എല്ലാം അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിതാ ഡെസേർട്ടിലേക്കുള്ള യാത്ര ആരംഭിക്കാൻ പോവുകയാണ്. ഓരോരുത്തരായി ഓരോ ഒട്ടകത്തിൻ്റെ മുകളിലേക്ക് അദ്ദേഹം ഇൻസ്ട്രക്ടർ പറയുന്നതനുസരിച്ച് ആ ഒട്ടകം അതിന് പുറത്തേറിയവരെ ഇതാ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങുകയാണ്. ഒരുപാട് ക്യാനുകളും അതുപോലെ തന്നെ ഡെസേർട്ടിൽ കിടക്കാനുള്ള സാധനങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ ഇതാ ഈ ഒട്ടകപ്പുറത്ത് വെച്ച് കെട്ടിയിട്ടുണ്ട്. ആദ്യത്തെ ഒട്ടകം യാത്രയാവുകയാണ്. അങ്ങനെ ഓരോരുത്തരായി ഒട്ടകത്തിൻ്റെ പുറത്തേക്ക് കയറുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഇതൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ മറ്റൊരു അനുഭവമായിട്ട് ഇങ്ങനെ കിട്ടുമോ എന്നറിയാത്തത് കൊണ്ട് തന്നെ എല്ലാവരും കഴിയാവുന്ന രീതിയിൽ ഫോട്ടോയും വീഡിയോയും എല്ലാം എടുക്കുകയാണ്. ഒട്ടകം ഓരോന്നോരോന്നായി എഴുന്നേൽക്കാൻ തുടങ്ങി. ആദ്യം മുൻപോട്ട് ഒരു ലാഞ്ചലോടുകൂടെയാണ് ഒട്ടകം എഴുന്നേൽക്കുക. ആ സമയത്ത് മാത്രമാണ് സത്യത്തിൽ നമുക്കൊരു ഭയം തോന്നുക, നമ്മൾ വീണു പോകുമോ എന്ന്. പക്ഷേ ഒരിക്കലും വീഴില്ല എന്ന് അദ്ദേഹം ഉറപ്പു നൽകുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്ന് 2 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ പക്ക മരുഭൂമിയാണ് എന്നാണ്. ഇതാ അവസാനം എൻ്റെ ഊഹവും എത്തി. എനിക്ക് അത്യാവശ്യം കൂടുതൽ സാധനങ്ങൾ ചുമന്നിട്ടുള്ള ഒരു ഒട്ടകമാണ്. എൻ്റെ ഡ്രൈവർ ഇതാ ഈ കൊച്ചുകുട്ടിയാണ്. എനിക്ക് അതിലൊരു മനസ്സിൽ വല്ലാത്ത ഒരു പ്രയാസം തോന്നുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഒരു പ്രോബ്ലവുമില്ലാതെ ഞങ്ങൾ എഴുന്നേറ്റ് ഇതാ ആ മരുഭൂമി ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി. ഇനി ഈ ഒരു ദിവസം കഴിഞ്ഞ് നാളെയുടെ പ്രഭാതം കൂടി ഞങ്ങൾ ഡെസേർട്ടിൽ അടിച്ച് പൊളിച്ചതിന് ശേഷം മാത്രമാണ് ഇങ്ങോട്ട് തിരിച്ചു വരിക. ഇവിടെ എത്തി റൂം വെക്കേറ്റ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. ഈ എപ്പിസോഡ് മുഴുവനായി നിങ്ങൾ കാണും എന്ന പ്രതീക്ഷയുണ്ട്. രാത്രിയിലെ ആ മനോഹര ദൃശ്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ.